എങ്ങനെയുണ്ട് ടർബൻസ് പൊളിക്കുന്നു വരുന്നുണ്ട്? ഒരു പ്രതീക്ഷയുണ്ട്, അടിപൊളിയാണെന്ന് അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. പറയല്ലേ? അടിപൊളിയാണ്. രണ്ടുപേരും മമ്മൂക്ക ഫാൻസാ? അതെ, മമ്മൂക്ക ഫാനാണ് നീ? കട്ട മമ്മൂക്ക ഫാൻ. മൂവി കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇത്രയും ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ഞാനിങ്ങനെ റഫ് കട്ട്സ് ഞാൻ അവിടെ ഇവിടെ കണ്ടിട്ടുള്ള അല്ലാതെ വിത്ത് മ്യൂസിക് ഞാൻ മൊത്തം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേറെ തന്നെ ഒരു ഇതായിരുന്നു. ബിക്കോസ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ആയിരുന്നു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത്. ഇത്രയും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഈ സീൻസിൻ്റെ കൂടെ. ആ റെസ്പോൺസ് നമുക്ക് ശരിക്കും ഗൂസ് ബംസ് വരും. അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തിയേറ്ററിൽ ഫീൽ ചെയ്തു. ഐ തിങ്ക് എവരിബഡി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഒരു തിയേറ്റർ മൂവിയാണ് ശരിക്കും. സോ ആൻഡ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് എവരിബഡി ഈസ് ഗിവൻ ദ ബെസ്റ്റ്. അപ്പോൾ അത് ശരിക്കും പടത്തിൽ കാണാനുണ്ട്. അപ്പോൾ ഇതിൽ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് തന്നെയാണ്. എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ്. ടർബോ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ചിത്രം. മമ്മൂക്കയുടെ ആക്ഷന് പ്രാധാന്യം നൽകി മിഥുൻ മാനുവൽ തോമസ്, വൈശാഖ്, മമ്മൂക്ക കോംബോയിൽ വരുന്ന ഒരു ചിത്രം തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഒരിക്കലും നിരാശരാക്കിയിട്ടില്ല. സ്റ്റണ്ടിൻ്റെ ഒരു മേളം തന്നെയാണ് സൃഷ്ടിച്ചത്. മമ്മൂക്കയുടെ ആ പ്രകടനം 73-ാം വയസ്സിലും ഈ ഒരു പ്രകടനം നടത്താൻ ഒരു 28-കാരൻ്റെ ചുറുചുറുക്കോടെ തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാത്തരം പ്രേക്ഷകരെയും കയ്യിലെടുത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കാണാൻ പറ്റിയ കുടുംബ പ്രേക്ഷകർക്ക് പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ് ടർബോ. ചേച്ചി ആകെ മൊത്തത്തിൽ പറയുകയാണ് ഇനി വരാൻ പോകുന്ന മമ്മൂക്കയുടെ ടൈം, മമ്മൂക്കയുടെ കാലം, ഇനി മമ്മൂക്കയുടെ യുഗമാണ്. ടർബോ മമ്മൂക്കയുടെ മാസ് ഇടിപ്പടം, അതാണ് ടർബോ. അതിൽ കൂടുതലൊന്നും ഒരു വാക്കില്ല. അതായത് ഇടുക്കി വേണോ, ഇടുക്കി തന്നെ മമ്മൂക്ക തന്നിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനി ഒന്നും കാണാണ്ട് ഈ പടം പിടിക്കില്ലെന്ന് 100% ഒരു ഉറപ്പ് വന്നൊക്കെ ഈ പടത്തിലൂടെ. കാരണം അമ്മാതിരി ഒരു മേക്കിംഗ് ഒക്കെ നല്ല കിടില്ല. പിന്നെ മിഥുൻ മാനുവലിൻ്റെയൊക്കെ സ്റ്റോറി അത് 1.5 മുതലാണ്. അതൊക്കെ പുള്ളി കണക്ട് ചെയ്യേണ്ട രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലൈമാക്സ് വരുമ്പോൾ കുറച്ച് ഫാമിലിയൊക്കെ കയറ്റി നല്ല രസമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു എൻട്രി പോലെ വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് വരണമെങ്കിൽ എടുക്കും, അത് ഉറപ്പാണ് കാര്യം. പിന്നെ ഒരു കാർ റേസിങ്ങും കാര്യങ്ങളുണ്ട്. അതും ആ BGM കൂടിയൊക്കെ കയറി വരുമ്പോൾ അത് തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാനുള്ള എല്ലാ സംഭവവും ഈ പടത്തിൽ എനിക്ക് കിട്ടി. അല്ല, ഹാപ്പിയാണ്. ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. അതുകൊണ്ടാണ് ഈ പറയുന്ന മാതിരിൻ്റെ കളർ ലൈറ്റും അതേപോലെ തന്നെ കോസ്റ്റ്യൂംസും കാര്യങ്ങളിലെല്ലാം നമ്മളൊരു സെറ്റൺ ആയിട്ടുള്ള ഇന്ന പാറ്റേൺ, ഇന്ന ഡിസൈൻസ്, ഇന്ന കളേഴ്സ് എന്നുള്ള രീതിയിൽ പോയതുകൊണ്ടാണ് ഇതൊരു കൊമേഴ്ഷ്യലി ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ താങ്ക്സ് ഡാ, ഭയങ്കര സന്തോഷം. ഇതെൻ്റെ 30-35ാമത്തെ പടമാണ്. അതെ, താങ്ക് യു. അയ്യോ, ഞാൻ ചെറുപ്പം തൊട്ട് മമ്മൂക്ക ആരാധകനായിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ അനിയനുണ്ട്, ഷാനി എന്ന് പറഞ്ഞ പേപ്പനാണ് മമ്മൂക്കയുടെ കടുത്ത ആരാധകൻ. ഞാൻ പേപ്പനെ കണ്ടിട്ടാണ് മമ്മൂട്ടി ഫാനായതും. അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആയാലും മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ അങ്ങനെ ഫാൻസിൻ്റെ ഒരു ചെറിയ ക്യാമ്പസിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡേ മാക്സിമം സിനിമകൾ മമ്മൂക്കയുടെ കാണാൻ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി പോക്കിരി രാജ, വൈശാഖൻ്റെ പടം തന്നെ ഞാൻ പുലിമുരുകൻ 2-3 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. കരിയറിൽ ഇങ്ങനെ ഗ്രോപ്പിന് ശേഷം മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ആ പടം ഭയങ്കര രീതിയിൽ. ഇപ്പോൾ ഞാൻ 3 പടം വർക്ക് ചെയ്ത് 3ഉം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു. ഇപ്പോൾ നൻപകൽ നേരത്തെ ആയിക്കോട്ടെ, ബ്രഹ്മയുഗം ആയിക്കോട്ടെ, ഈവൻ ടർബോ. എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ബൂമിങ് തന്നത് മമ്മൂക്കയുടെ കൂടെ ചെയ്ത വർക്കുകളാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ വർക്കുകളെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചതൊക്കെ മമ്മൂക്ക സിനിമകളിൽ നിന്നാണ്.